എപ്പിസോഡ് 7 സ്പ്രിംഗ് ടൈം ഫോർ ദ ബിയർ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പോൾ സ്പ്രിംഗ് സീസണിൻ്റെ തുടക്കമാണ്. വിൻ്ററിലെ മഞ്ഞെല്ലാം പുതുവെയിലിൽ ഉരുകിപ്പോകുന്നു. നമ്മുടെ കിട്ടുകുട്ടൻ ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോൾ കിളികളെല്ലാം പാടുന്നു. വിൻ്ററിൽ മാളത്തിൽ താമസിച്ചിരുന്ന കുഞ്ഞു മൃഗങ്ങളെല്ലാം പുറത്തേക്ക് വന്ന് ആദ്യ വെയിൽ കൊള്ളുകയാണ്. കിട്ടും തൻ്റെ ആദ്യ സ്പ്രിംഗ് ഡേ പുറത്തേക്ക് വന്ന് അവിടെയെല്ലാം ഓടിക്കളിച്ച് എക്സസൈസ് ചെയ്ത് എല്ലാം എൻജോയ് ചെയ്യുന്നു. അങ്ങനെ അവൻ ഓടി തടാകത്തിലേക്ക് പോയപ്പോഴാണ് അവൻ്റെ ക്രഷായ മിമ്മി അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നത് കാണുന്നത്. അവളോട് ആദ്യമേ ഒരു ക്രഷുള്ള നമ്മുടെ കിട്ടു വേഗം വീട്ടിലേക്ക് ചെന്ന് ഒന്ന് കുളിച്ച് റെഡിയായി പല്ലൊക്കെ തേച്ച് അടിപൊളിയായി ഒരുങ്ങി വരുന്നു. അവൾക്ക് കൊടുക്കാനായി കിട്ടു ഒരു ബോക്സ് മിഠായും കുറച്ച് ഫ്ലവറുകളുമായി അവളുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. ആ പോകുന്ന വഴിയിൽ ദേ നിൽക്കുന്നു നമ്മുടെ കുസൃതി മാഷ. ദൈവമേ, അവൾ എന്നെ കണ്ടിട്ടുണ്ടാകുമോ? ഈ മിഠായി എന്തായാലും അവൾ കണ്ടിട്ടുണ്ടാകും. ഇത്ര നേരത്തെ കുളിച്ചൊരുങ്ങിയിട്ട് ബിയർ എങ്ങോട്ടേക്കാണ് പോകുന്നത്? എന്തോ ഉണ്ടല്ലോ. മാഷ കിട്ടുവിന്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട്, നീ എന്നിൽ നിന്നും എന്തെങ്കിലും മറക്കുന്നുണ്ടോ കിട്ടു? ഞാനത് കണ്ടു, എനിക്ക് തന്നേക്ക്. ഒരു മിഠായിയല്ലേ, കൊടുത്തേക്കാം. കിട്ടു ആ ബോക്സിൽ നിന്നും ഒരു മിഠായി മാഷക്കായി കൊടുത്തു. അവൾ അത് ആസ്വദിച്ച് കഴിക്കുന്ന തക്കം നോക്കി കിട്ടു അവിടെ നിന്നും എസ്കേപ്പായി. എന്നാൽ നമ്മുടെ മാഷ വിട്ടില്ല. മാഷ പിന്നാലെ ചെന്ന്, ഒന്നുകൂടെ, ഇനിയും വേണം ഒരു മിഠായും കൂടി പ്ലീസ് കിട്ടു, അവസാനമായി. അങ്ങനെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ലാസ്റ്റ് മിഠായും അവൾ തട്ടിപ്പറിച്ച് വാങ്ങിക്കുന്നു. അതിൻ്റെ ഇടയിൽ കിട്ടുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന പൂവെല്ലാം കേടായി പോകുന്നുണ്ട്. എന്തെങ്കിലും ആകട്ടെ, ഇന്ന് അവളെ ഇംപ്രസ് ആക്കിയിട്ട് തന്നെ കാര്യം. കിട്ടു മിമ്മിയുടെ അടുത്തേക്ക് ചെന്ന് തൻ്റെ കായിക അഭ്യാസങ്ങളെല്ലാം കാണിച്ച് അവളെ കയ്യിലെടുക്കുന്നു. അവളും കിട്ടുവിൻ്റെ പെർഫോമൻസിൽ ഇംപ്രസ്സായി കാട് ചുറ്റി കാണാനായി അവനോടൊപ്പം പോകുന്നു. കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന മാഷ, അമ്പട കള്ള, നീ അവളെ സെറ്റാക്കി അല്ലേ? അപ്പോൾ ബിയർ മനസ്സിൽ, അയ്യോ എൻ്റെ ദൈവമേ, ഇവളിതെല്ലാം കുളമാക്കും. അവർ രണ്ടുപേരും ഒരു ബെഞ്ചിലിരുന്ന് സമാധാനത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ മാഷ ഒരു മരത്തിന് പിന്നിൽ നിന്ന് ബിയറിനെ വിളിക്കുന്നു. ബിയർ അവളുടെ അടുത്തേക്ക് ചെന്ന്, പെണ്ണെ നീയൊന്നും മിണ്ടാതിരി, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഒരു പൂവുമായി മിമ്മിയുടെ അടുത്തേക്ക് തന്നെ പോകുന്നു. തൻ്റെ പ്രണയം ഇപ്പോൾ പറയാമെന്ന് വിചാരിച്ചു നിന്നിരുന്ന കിട്ടുവിൻ്റെ അടുത്തേക്ക് മാഷ വന്നിട്ട്, ഹലോ ബിയർ, ഇതാരാണെന്ന് എന്നോട് പറയൂ. എന്നാൽ മിമ്മിക്ക് അത് ഒട്ടും ഇഷ്ടമായില്ല. അവൾ മാഷയെ ദേഷ്യത്തോടെ നോക്കുന്നു. എന്നിട്ട് കിട്ടുമായി വഴക്കുണ്ടാക്കുന്നു. അപ്പോഴാണ് അവിടേക്ക് ടിയാഗോ എന്ന ബ്ലാക്ക് ബിയർ വരുന്നത്. അവൻ്റെ മസിൽ ബോഡിയും പെർഫോമൻസും കണ്ട് മിമ്മി അവൻ്റെ അടുത്തേക്ക് പോകുന്നു, നമ്മുടെ ബിയറിനെ ഒറ്റക്കാക്കിയിട്ട്. അവൾ പോണമെങ്കിൽ പോകട്ടെ, നിനക്ക് ഞാനുണ്ടല്ലോ. നമ്മുടെ വൈബുമായി അവൾ ഒട്ടും സെറ്റല്ല എന്ന് മാഷ ബിയറിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും പാട്ടെല്ലാം പാടി എൻജോയ് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ഈ സമയം നമ്മുടെ മിമ്മിയെ കാണിക്കുന്നുണ്ട്. കിട്ടുവിനെ ഒഴിവാക്കി അവൾ തിരഞ്ഞെടുത്തത് ഒരു ജിമ്മനെയാണ്. അത് വേണ്ടായിരുന്നു എന്നവൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കിട്ടുക്കുട്ടനും മാഷയും വളരെ ഹാപ്പിയായി തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഇതിൽ മിമ്മിയുടെ ക്യാരക്ടർ നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്തായാലും അഭിപ്രായം കമൻ്റായി പറയുക. മാഷ എന്ത് ബിയർ അടുത്ത എപ്പിസോഡ് മലയാളം എക്സ്പ്ലനേഷൻ ചെയ്യുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.